പട്ടാമ്പിക്ക് പത്തരമാറ്റ് പൊൻതിളക്കമേകാൻ ദി ഗ്രാൻഡ് പഴയരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരുന്നു. ഉദ്ഘാടനം ഏപ്രിൽ 16 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ദി ഗ്രാൻഡ് പഴയരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, മേലെ പട്ടാമ്പി. കേന്ദ്ര സർക്കാർ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി അമൃത് സരോവർ പദ്ധതിയിൽ നവീകരിച്ച അയനിക്കാട് കുളത്തിന്റെ പരിസരത്ത് മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്ത് സംഘടിപ്പിച്ച യോഗാ ദിനാചരണം ശ്രദ്ധേയമായി. ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് യോഗാ ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്തത്. പ്രകൃതി മനോഹരമാക്കിയ മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിലെ കുട്ടാലുങ്ങലിലെ അയനിക്കാട് കുളം കേന്ദ്ര സർക്കാരിന്റെ അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചതോടെ ആയിരക്കണക്കിന് പേരാണ് നീന്താനും കുടുംബസമേതം ഉല്ലസിക്കാനുമായി ഇവിടെ എത്തുന്നത്. കൈവരികൾ സ്ഥാപിച്ചും ടൈൽ പാകിയും ഇവിടെ മനോഹരമാക്കിയിട്ടുണ്ട്. പള്ളിക്കൽ പഞ്ചായത്തിന്റെ ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണ പരിപാടികൾ അമൃത് സരോവർ തീരത്താണ് സംഘടിപ്പിച്ചത്. അയനിക്കാട് കുളം പരിസരത്ത് നടന്ന യോഗ ദിനാചരണം ഗ്രാമപഞ്ചായത്ത് അംഗം ലത്തീഫ് കൂട്ടാലുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാവുന്ന ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് ആളുകൾ തിരക്ക് പിടിച്ച യാത്രക്കിടയിൽ വ്യായാമങ്ങളൊക്കെ മറന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ യോഗയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്, വ്യായാമത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ആ വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഇന്ന് ഈ അമൃത സരോവർ പട്ടികയിൽ ഉൾപ്പെട്ട ഈ അയനിക്കാട് കുളം, ആ കുളം പരിസരത്ത് വെച്ചാണ് ഇന്ന് ഇത്തരമൊരു വലിയ ഒരു പ്രോഗ്രാമിന് ഇന്ന് തുടക്കം കുറിച്ചത്. ഇത് കഴിഞ്ഞ വർഷങ്ങളായി 3 വർഷത്തോളമായി ഇവിടെ ഈ കുളം പരിസരത്ത് വെച്ച് ഇങ്ങനെ ഈ യോഗ ദിനാചരണം ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇത് പുതുതലമുറക്കും ഒട്ടേറെ പ്രായ ആധിക്യമുള്ള ആളുകൾക്കൊക്കെ വളരെ ചിട്ടയായ വ്യായാമങ്ങളിലൂടെ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു പ്രോത്സാഹനം നൽകുന്നത്. വാർഡ് വികസന സമിതി കൺവീനർ KP ഫൈസൽ ബദ്രിയ അധ്യക്ഷത വഹിച്ചു. മെക്സവൻ ട്രെയിനർ T കൃഷ്ണൻകുട്ടി യോഗ ദിനാചരണത്തോടനുബന്ധിച്ചുള്ള പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി. BRC കോർഡിനേറ്റർ ഉന്മേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ ഹബീബ്, ഓർഗൺ മുഹമ്മദ്, വി ചേക്കു, ഈത്ത ഉസ്മാൻ ഹാജി, ആശാവർക്കർ K ജംഷി, C സഫിയ, KP സലീം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു.